വളരെ പ്രശസ്തനായ ഒരു സൂഫി കവിയാണ് ജലാലുദ്ദീൻ റൂമി. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു എന്ന് കരുതപ്പെടുന്ന പേർഷ്യൻ സൂഫി പണ്ഡിതനും കവിയുമായ ജലാലുദ്ദീൻ റൂമിയുടെ ദ ചാൻസ് ഓഫ് ഹമ്മിങ്, പാട്ടുമൂളാനുള്ള അവസരം എന്ന ഒരു കവിതയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്വാഗതം പുതിയ അധ്യായത്തിലേക്ക്. ഇത് ചാൻസ് ഓഫ് ഹമ്മിങ് എന്ന് വെച്ചാൽ മൂളിപ്പാട്ട് പാടാനുള്ള അവസരം എന്നാണ്. ഈ മൂളിപ്പാട്ട് പാടുന്നത് എപ്പോഴാണ് നമ്മൾ സന്തോഷം തോന്നും. അപ്പോൾ നമുക്ക് ആനന്ദിക്കാനുള്ളൊരു അവസരം എന്ന് വേണമെങ്കിലും ഇത് പരിഭാഷപ്പെടുത്താം. ആനന്ദിക്കാനുള്ള അവസരം. മനുഷ്യൻ എങ്ങനെയാണ് ആനന്ദിക്കാൻ കഴിയുക, അല്ലെ? സൂഫി പോയറ്റ്സൊക്കെ ആനന്ദത്തെക്കുറിച്ച് സംസാരിക്കുകയും മനുഷ്യന് സമാധാനം ലഭിക്കുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലേ? വളരെ ശാന്തതയെ ആഗ്രഹിക്കുന്നവർ. അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇത് വളരെ സിമ്പിളായ ഒരു ഉദാഹരണത്തിലൂടെ, രസകരമായ ഒരു ഉദാഹരണത്തിലൂടെ വളരെ വലിയ ഒരു ഫിലോസഫി അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് ദ ചാൻസ് ഓഫ് ഹമ്മിങ്. അപ്പോൾ നമുക്കത് ലൈൻ ബൈ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. എ മാൻ സ്റ്റാൻഡിങ് ഓൺ 2 logs ഇൻ എ റിവർ. ഒരു പുഴയിൽ 2 തടിക്കഷ്ണങ്ങൾ. ആ 2 തടിക്കഷ്ണങ്ങളിലും കാലുകൾ വെച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഓക്കെ, ഒരു ചിത്രം വരച്ചിട്ടാണ്. മൈറ്റ് ഡു ഓൾ റൈറ്റ് ഫ്ലോട്ടിംഗ് വിത്ത് ദ കറൻറ്റ്. അവന് വളരെ സുഖമായിരിക്കും, അവൻ ഓൾ റൈറ്റ് ആയിരിക്കും, എല്ലാം ശരിയായിരിക്കും. എങ്ങനെ? ഫ്ലോട്ടിംഗ് വിത്ത് ദ കറൻറ്റ്, ആ ഒഴുക്കിനൊപ്പം അങ്ങനെ ഒഴുകിപ്പോവാൻ. വൈൽ ഹമ്മിങ്, മൂളിപ്പാട്ട് പാടിക്കൊണ്ട്. ഇൻ ദ നൗ, പ്രസൻറ്റിൽ. നൗവിൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ, ഈ കാലത്ത്, ഈ ജീവിക്കുന്ന ഈ നിമിഷത്തിൽ ഒരു മൂളിപ്പാട്ടും മൂളിക്കൊണ്ട് അവനങ്ങനെ ഒഴുകിപ്പോവാൻ വളരെ സുഖമായിരിക്കും, അല്ലേ? അപ്പോൾ 2 തടിക്കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് ഒഴുകുന്ന, വെള്ളത്തിൽ പുഴയിൽ നിന്നാണ്, ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒഴുക്കിനൊപ്പം അങ്ങനെ 2 തടിക്കഷ്ണങ്ങളിൽ കാലുകൾ വെച്ച ആ മനുഷ്യന് സസുഖം ഒരു മൂളിപ്പാട്ടും പാടി അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ ജീവിതമാകുന്ന പുഴയിൽ വളരെ സസുഖം അവൻ ഒഴുകി നീങ്ങാൻ കഴിയും. പിന്നെയോ, ദോ ഇഫ് 1 log is tied to a camel. ഈ 2 തടിക്കഷ്ണങ്ങളിൽ ഒരെണ്ണത്തോട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും 1 log is tied to a camel, ഒരു ക്യാമലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട് ഒരു ലോഗ്. അങ്ങനെയാണെങ്കിലോ, ഹു ഈസ് ഓൾസോ ഹെഡിങ് സൗത്ത്. ആ ക്യാമലാവട്ടെ അവനും സൗത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. എലോങ് ദ ബാങ്ക്, ആ തീരത്തുകൂടെ. അറ്റ് ദ സെയിം പേസ്, അതേ വേഗതയിൽ. ഇപ്പോൾ ഈ ഒഴുക്കിൻ്റെ അതേ വേഗതയിൽ തന്നെ, ഒഴുക്കിൻ്റെ അതേ ദിശയിലേക്ക് പോകുന്ന ഒരു ഒട്ടകമാണെങ്കിൽ ഓൾ കുഡ് സ്റ്റിൽ ബി വെൽ, എല്ലാം വെൽ ആയിരിക്കും, വളരെ നല്ല അവസ്ഥയിലായിരിക്കും. ആര്? ഈ മനുഷ്യനും അതുപോലെ ഈ തടിക്കഷ്ണങ്ങളും പിന്നെ ഈ ഒട്ടകവും എല്ലാവർക്കും സുഖമായിരിക്കും. വിത്ത് ദ വേൾഡ്, ഈ ലോകത്ത്. അപ്പോൾ ഈ ലോകവുമായിട്ട് എല്ലാവരും വെൽ ആയിരിക്കും. എങ്ങനെയാണ്? ആ രണ്ടാമത്തെ ചിത്രം എങ്ങനെയാണ്? 2 തടിക്കഷ്ണങ്ങളിൽ ഒരാൾ 2 കാലുകൾ വെച്ച്, ഓരോ കാലുകൾ വെച്ച് നിൽക്കുന്നു. അതിലൊരു തടിക്കഷ്ണം ഒഴുക്കിന് കൂടെ അതേ വേഗത്തിൽ, സെയിം പേസ് എന്ന് വെച്ചാൽ ഒഴുക്കിൻ്റെ അതേ വേഗത്തിൽ നടന്നു പോകുന്ന ഒരു ഒട്ടകവുമായി കൂട്ടിക്കെട്ടിയിരിക്കുന്നു. ഒട്ടകം നടക്കുന്നത് തീരത്തുകൂടെ നടക്കുന്ന ഒട്ടകവുമായി കൂട്ടിക്കെട്ടിയിരിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഈ ലോകത്ത് വളരെ ശാന്തമായിട്ട് നീങ്ങാൻ കഴിയും. അൺലെസ് ദ ക്യാമൽ തിങ്സ്, ക്യാമൽ ചിന്തിക്കുന്നില്ല എങ്കിൽ. എന്ത് ചിന്തിക്കുന്നില്ല എങ്കിൽ? ഹി ഫൊഗോട്ട് സംതിങ്, അവൻ എന്തോ മറന്നു വെച്ചല്ലോ എന്ന്. പിന്നിലെന്തോ മറന്നു വെച്ചല്ലോ, അല്ലേ? ഇപ്പോൾ എല്ലാവരും പിന്നെ ജീവിതമാകുന്ന ഒഴുക്കിൽ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടകത്തിന് തോന്നുകയാണ്, അവനെന്തോ മറന്നു വെച്ചല്ലോ എന്ന് തോന്നുകയും ആൻഡ് അബ്രപ്റ്റ്ലി ടേൺസ് അപ്സ്ട്രീം, അവൻ വളരെ പെട്ടെന്ന് തന്നെ ഒഴുക്കിനെതിരെ നടക്കാൻ തുടങ്ങുകയും ചെയ്യുവോളം. അങ്ങനെ ഒട്ടകം ചെയ്താലോ, ദെൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, പിന്നെ പറയേണ്ട ആവശ്യമില്ല, ആകെ കഷ്ടപ്പാടായി, അല്ലേ? കാരണം ഒരു കാല് മുന്നോട്ട് ഒഴുകുന്നു, ഒരു കാല് ഒട്ടകവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അത് പിന്നോട്ട് വരും. മുന്നോട്ടും പിന്നോട്ടും പോകാൻ കഴിയാതെ അദ്ദേഹം ഒന്നുകിൽ വെള്ളത്തിൽ വീഴുകയോ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം മുടങ്ങുകയോ, അല്ലെങ്കിൽ ഒട്ടകത്തിന് പിന്നെ ഒരു കാല് മുന്നോട്ട് പോകുന്ന ഒരാൾ ഉണ്ടാകുന്ന തടസ്സമാവുകയോ, എല്ലാവർക്കും പ്രശ്നമായിരിക്കും. ഒട്ടകത്തിനും പ്രശ്നം, തടിക്കഷ്ണങ്ങൾക്ക് പ്രശ്നം, അതിൽ സഞ്ചരിക്കുന്ന മനുഷ്യനും പ്രശ്നം, ആകെ പ്രശ്നമായിട്ട് മാറും. ഇനി അദ്ദേഹം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അപ്പോൾ എന്താ സംഭവം? അദ്ദേഹം പറയുകയാണ്, നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് 2 തടിക്കഷ്ണങ്ങളിൽ കാല് വെച്ച് പോകുന്ന മനുഷ്യനെ പോലെ. അതിലൊന്നിനെ ഒട്ടകവുമായി ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഒട്ടകം എങ്ങാനും പിറകിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആകെ ദുരിതമയമായി തീരും. നമ്മൾക്ക് മൂളിപ്പാട്ട് പാടാനുള്ള അവസരം നഷ്ടപ്പെടും, അല്ലേ? അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസിൽ അതിൻ്റെ ഒരു ഫിലോസഫി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്?
മോസ്റ്റ് മൈൻഡ്സ് ഡു നോട്ട് ലിവ് ഇൻ ദ പ്രസൻറ്റ്. അദ്ദേഹം പറയുന്നത് ഇതാണ്, കൂടുതൽ ആളുകളും ജീവിക്കുന്നത് പ്രസൻറ്റിലല്ല. മോസ്റ്റ് മൈൻഡ്സ് ഡു നോട്ട് ലിവ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ക്യാൻ സ്റ്റിക്ക് ടു എ റീസണബിൾ പ്ലാൻ. അവരെപ്പോഴും അവരുടെ യുക്തിക്കനുസരിച്ചുള്ള ഒരു പ്ലാനുമായി ബന്ധിച്ചിരിക്കുന്നു അവരെ. മോസ്റ്റ് മൈൻഡ്സ് അബ്രപ്റ്റ്ലി ടേൺ. മിക്ക മനസ്സുകളും പലപ്പോഴും പിറകിലേക്ക് വളരെ പെട്ടെന്ന് തിരിയുന്നു. ആൻഡ് അണ്ടർമൈൻ ദ ചാൻസ് ഓഫ് ഹമ്മിങ്. ആനന്ദിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, പാട്ടുമൂളാനുള്ള, മൂളി സന്തോഷിക്കാനുള്ള ആ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പല മനസ്സുകളും, അല്ലെങ്കിൽ മോസ്റ്റ് മൈൻഡ്സ്, മിക്ക മനസ്സുകളും അബ്രപ്റ്റ്ലി ടേൺ, അവർ പിന്നിലേക്ക് തിരിയുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തെ ഒരു സംഭവം ഓർത്ത് പിറകിലേക്ക് മൈൻഡിനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തോഷകരമല്ലാതായിത്തീരും. നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കുക, പ്രസൻറ്റിൽ ആനന്ദിക്കുക, പ്രസൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചതിനനുസരിച്ച്, നിങ്ങൾക്ക് ലഭിച്ചതിനൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും സന്തോഷകരമായ ജീവിതം എന്ന് റൂമി പറയുകയാണ്. കാരണം ഇവിടെ ഒട്ടകം ഏതുപോലെയാണ്, ഒട്ടകം അദ്ദേഹം ഒട്ടകം മറന്നു വെച്ച എന്തോ ഒരു കാര്യം ഓർത്ത് പിറകിലേക്ക് തിരിയാണ്. ഇങ്ങനെ തിരിയുന്നത് കൊണ്ടാണ് നമ്മുടെ ആനന്ദം നഷ്ടപ്പെടുന്നത്. നമ്മുടെ മനസ്സുകളൊക്കെ കഴിഞ്ഞ കാലത്ത് ചെയ്യാൻ മറന്നു വെച്ച പല കാര്യങ്ങളോർത്ത്, അല്ലെങ്കിൽ പല അബദ്ധങ്ങളോർത്ത്, പല തെറ്റുകളോർത്ത് മനസ്സിനെ പിറകിലേക്ക് തിരിക്കാൻ ശ്രമിക്കുന്നത് വലിയ അബദ്ധമാണ്. ഏതുപോലെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പലകയുമായി കൂട്ടിക്കെട്ടിയ ഒട്ടകം പിറകിലേക്ക് തിരിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതുപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ സന്തോഷം എല്ലാം നഷ്ടപ്പെടും, അല്ലേ? അപ്പോൾ അതുപോലെയാണ് നമ്മൾ പഴയ കാലത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മൈൻഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നത്. നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കൂ. നിങ്ങളുടെ സന്തോഷിക്കാനുള്ള, മൂളിപ്പാട്ട് മൂളാനുള്ള അവസരം നഷ്ടപ്പെടാതെ പ്രസൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചതിനൊപ്പം ഒഴുകി നീങ്ങൂ എന്ന വലിയ ആനന്ദത്തിൻ്റെ ഫിലോസഫി അവതരിപ്പിക്കുന്ന ചെറിയൊരു കവിതയാണ് ജലാലുദ്ദീൻ റൂമിയുടെ ദ ചാൻസ് ഓഫ് ഹമ്മിങ്. ഓക്കെ, താങ്ക് യു.